ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ 2026 വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കൊല്ലം ഞാനൊരു ഡിജിറ്റൽ വിഷൻ ബോർഡാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കൊല്ലം ഞാൻ കരുതി കുറച്ച് വെറൈറ്റി അല്ല, ഫിസിക്കൽ വിഷൻ ബോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ വെട്ടി ഒട്ടിച്ചൊക്കെ ഞാൻ തന്നെ ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ. സോ ഗൈസ്, നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മളെ തന്നെ ഒന്ന് സെൽഫ് ഓഡിറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഇക്കൊല്ലം, അതായത് 2025 നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്തു, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി, നമ്മുടെ ലൈഫിലെ ഓരോ മേഖലകളിൽ എങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കണം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ വീൽ ഓഫ് ലൈഫ് എന്ന് പറയുന്ന സാധനം. ഈ വീൽ ഓഫ് ലൈഫിൽ ഒരു 10 തിങ്സ് എഴുതിയിട്ടുണ്ട്. ഈ ഓരോ കാര്യത്തിലും നിങ്ങൾ എത്രത്തോളം 10ൽ എത്ര മാർക്ക് നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾക്ക് കൊടുക്കും എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഓരോ കാര്യങ്ങളും നല്ലതായിട്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരുന്നു എന്നൊക്കെ. പെർഫെക്റ്റ് അല്ല, നല്ല രീതിയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് ഞാൻ 2 മാർക്കേ കൊടുക്കൂ. എൻ്റെ ഫിസിക്കൽ ഹെൽത്ത് സത്യം പറഞ്ഞാൽ ഫുൾ പോയി കിടക്കുവാണ്. എൻ്റെ ഫിനാൻസ് പറയാതിരിക്കുകയാണ് ഭേദം. പൈസ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തീരും. അങ്ങനെ അതിന് ഓരോന്നിനും നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കുമെന്ന് കണ്ടുപിടിക്കുക. ഞാനിപ്പോൾ കരിയർ എഡ്യൂക്കേഷനൊക്കെ ആണെങ്കിൽ 5 കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പിരിച്വാലിറ്റിക്കൊക്കെ 5 ആണ്. പിന്നെ ഫാമിലി, ഫ്രണ്ട്സ്, സോഷ്യൽ ലൈഫ് ഇതിനൊക്കെ 9 കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ അതിനൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ അതിനൊക്കെ 9 കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം അതനുസരിച്ച് നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ഓരോ ഇതിനും ഫിസിക്കൽ ഹെൽത്ത്, പേഴ്സണൽ ഗ്രോത്ത്, സോഷ്യൽ ലൈഫ്, കരിയർ, എഡ്യൂക്കേഷൻ, ആ രീതിക്ക് ഓരോന്നിനും നിങ്ങൾ എങ്ങനെയാണ് എന്ന് നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ നമ്മളിത് ഗോൾസ് ഫോർ 2026, നമുക്ക് ഈ 2026 ഇനി എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്ന് ഈ ഒരു വീല് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും ഇതായിട്ട് മാർക്ക് നമുക്ക് കുറഞ്ഞിട്ടുള്ള കാര്യം പ്രയോറിറ്റൈസ് ചെയ്യുക. ആ കാര്യത്തിന് കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഇവിടെ ആണെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിന് ഞാൻ 2 മാർക്കേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഞാൻ അതിനനുസരിച്ചുള്ള ഗോൾസാണ് എഴുതുന്നത്. അപ്പോൾ ഞാനിവിടെ എഴുതുന്നത് കോൾഡ് തിങ്സ് അവോയ്ഡ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, ഏർലി ഡിന്നർ, ഇതൊക്കെയാണ് ഞാൻ എഴുതുന്നത്. ഇതിലിപ്പോൾ കോൾഡ് തിങ്സ് ഞാൻ ഈ ഒരു ഇയർ അവോയ്ഡ് ചെയ്തിരുന്നു, എന്നാലും ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. ആൻഡ് എനിക്ക് ഫുള്ളി അങ്ങ് അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അത് ഫുള്ളി ഒന്ന് അവോയ്ഡ് ചെയ്യണം. പിന്നെ ഏർലി ഡിന്നറും മെഡിറ്റേഷനും എല്ലാ ദിവസവും ചെയ്യണമെന്ന് വിചാരിച്ചാലും എനിക്ക് നടക്കാറില്ല. സോ അത് രണ്ടും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതി വച്ചിട്ട് ഉണ്ട്. സോ അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഓരോ ഇതിനനുസരിച്ച് ഓരോ ഇതിൻ്റെയും ഗോൾസ് നിങ്ങൾ എഴുതുക. അതായത് കരിയർ, എഡ്യൂക്കേഷൻ, അങ്ങനെ ഓരോന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഗോൾസ് നിങ്ങൾ എഴുതി ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. നിങ്ങളിത് കുറച്ചധികം നേരം ഇരുന്ന് ചെയ്യേണ്ട പണിയാണ് ഗൈസ്. ഞാൻ പറയാം, ഇത് നിങ്ങൾ ചെയ്യണോണ്ട് ഇതിന് വേണ്ടി നിങ്ങൾ ടൈം കൊടുക്കുന്നത് ഒരിക്കലും വേസ്റ്റ് ആവില്ല. ഇറ്റ് വേർത്ത് ഇറ്റ്. ഞാൻ പറയാം, ഉറപ്പായിട്ടും പറയാം, അത് വേർത്തായിരിക്കും ഗൈസ്. നിങ്ങൾക്ക് ടൈം കൊടുത്ത് ഇത് പ്രിപ്പയർ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ടാവും. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വിഷൻ ബോർഡ് പരിപാടിയുടെ ഒരു സംഭവം കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ. സത്യം പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു പ്രോമിനൻറ്റ് പാർട്ടെന്ന് പറയുന്നത്. ഇത് ചെയ്തിട്ട് വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി അവിടെ കുറേ പിക്ചേഴ്സും കുറേ സംഭവമൊക്കെ ഒട്ടിച്ച് പറക്കി വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. നമ്മളെ തന്നെ ഒന്ന് ഓഡിറ്റ് ചെയ്യുക. നമ്മളൊക്കെ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നൊക്കെ മനസ്സിലായാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇത് കഴിഞ്ഞാൽ നമ്മളിത് പിൻട്രസ്റ്റിലോട്ട് കയറുക. പിൻട്രസ്റ്റിൽ കയറുമ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ പിൻട്രസ്റ്റിൽ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന വന്ന് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ വേണമെങ്കിലും ഡിജിറ്റലി ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഡിജിറ്റലി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പോസ്റ്റ് ചെയ്യാം. ഓക്കെ. പിൻട്രസ്റ്റിൽ കയറിയാൽ നിങ്ങളുടെ ഓരോ ഗോൾസ് അടിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ ഇൻസ്പോ എന്നും കൂടി അടിച്ചു കൊടുക്കുക. ഇപ്പോൾ മെഡിറ്റേഷനാണ് ഞാൻ അടിച്ചത്, മെഡിറ്റേഷൻ ഇൻസ്പോ എന്ന് അടിക്കുക. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് ഇമേജസ് വരും. നിങ്ങൾക്കതിൽ ഇഷ്ടമുള്ള ഇമേജസ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 1, 2, 3 എത്ര എണ്ണമായാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ ഗൈസ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതിൽ പോയിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോഴേക്കും ഡൗൺലോഡ് ഇമേജ് ഓപ്ഷൻ വരും. ഇമേജ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ ഫോണിലോട്ട് നേരെ അത് ഡൗൺലോഡായി വരും. ഇതുപോലെ നിങ്ങളുടെ ഓരോ ഗോൾസിനെയും ബന്ധപ്പെട്ട ഓരോ വിഷൻ ബോർഡ്സ് ഉണ്ടാക്കുക. നിങ്ങളുടെ ഓരോ ഗോൾസിൻ്റെ കൂടെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത് ഇൻസ്പോ എന്ന് അടിക്കുക. കരിയർ ആണെങ്കിൽ കരിയറിലിപ്പോൾ നിങ്ങൾക്ക് നേടേണ്ട ഗോൾസ് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഗോൾ പ്ലസ് ഇൻസ്പോ അടിച്ചു കൊടുക്കുക.
ഇനി ഫിനാൻസിലാണെങ്കിൽ സേവിങ്സ് അങ്ങനെ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് ക്യാൻവയിലോട്ട് കയറുക, A4 എന്നൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇതുപോലൊരു ബുക്ക്ലെറ്റ് ഓപ്ഷൻ വരും. അത് സെലക്ട് ചെയ്യുക. ഇതുപോലെ കിട്ടും. ഇതിലിങ്ങനെ ഒരുപാടിങ്ങനെ പേജസ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിലാണ് നമ്മൾ ആ ഡൗൺലോഡ് ചെയ്തെടുത്ത ഇമേജസ് നമ്മൾ അലൈൻ ചെയ്ത് വയ്ക്കാൻ പോകുന്നത്. ഇതുപോലെ സെലക്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് ഈ പേജിലോട്ട് ഇമേജസ് എല്ലാം വരും. നിങ്ങൾക്ക് ലാപ്പോ ടാബൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം കേട്ടോ. ഞാൻ മൊബൈലിലാണ് ചെയ്തത്. സോ അത് നിങ്ങൾ ഒരു A4 ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ ആ ഒരു സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നിങ്ങളിതൊന്ന് സെറ്റാക്കി എടുക്കുക. അത് അടുത്തൊരു A4 സൈസ് പേപ്പർ എടുത്ത് വെച്ചിട്ട് ചെയ്താൽ കുറച്ചുകൂടി ഇതായിരിക്കും. കാരണം നമുക്കിപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഒരു A4 ഷീറ്റിൽ നമ്മളത് പ്രിൻ്റ് എടുക്കുമ്പോഴത്തേക്കും ഈ സൈസിൽ നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും കിട്ടുമെന്നൊന്ന് നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് യൂസ്ഫുൾ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതുപോലെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കുക. ഞാൻ എൻ്റെ ഗോൾസ് എല്ലാം ഇതുപോലെ പ്രിൻ്റ് എടുക്കാനനുസരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. മുകളിൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ഫോണിലോട്ട് ഇത് ഡൗൺലോഡായിട്ട് വരും. അത് കഴിഞ്ഞാൽ എന്താ, ഇതുപോലെ പ്രിൻ്റ് എടുക്കുക. ഭയങ്കര പൈസയാണ് ഗൈസ് പ്രിൻ്റ് എടുക്കാൻ. ഞാൻ 8 പേജ് എടുത്തപ്പോൾ 80 രൂപയായി ഗൈസ്. ഇതുപോലെ നല്ല കളർ പ്രിൻ്റ് എടുക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാം, പക്ഷേ ഇതാണ് കുറച്ചുകൂടി നല്ലത്. സോ ഇങ്ങനെ തന്നെ എടുക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് കട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ വട്ടത്തിലോ ത്രികോണത്തിലോ സ്ക്വയറിലോ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിനി എങ്ങനെ ഇരിക്കണം വേണ്ടെന്നൊക്കെ ഉള്ള നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് കട്ട് ചെയ്യുക. ആൻഡ് ഗൈസ് ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ PSC ആസ്പിറൻസിനും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുള്ളായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. നിങ്ങൾക്ക് ആൻസർ അറിയാം, എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അങ്ങ് പഠിക്കുമല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2025 ബുക്കർ പുരസ്കാരം നേടിയ കൃതി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക താഴെ. പറഞ്ഞുകൂടാത്തവർ പഠിക്കട്ടെ, അറിയാമെന്നുള്ളവർക്ക് അത് ഓർത്തെടുക്കാനൊരിതാവട്ടെ. അപ്പോൾ ഗൈസ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വിഷൻ ബോർഡിന് ആവശ്യമായിട്ടുള്ളത് ഇത്രയും കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ഞാൻ ഒട്ടിക്കുമെന്ന്. ഒരിക്കലുമില്ല. പിന്നെ കുറച്ച് എക്സ്ട്രാ എടുത്തെന്നുള്ള ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഗോൾസിനനുസരിച്ച് ഓരോന്നും സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഓരോ ഗോൾസിൻ്റെ സാധനങ്ങളും ഓരോ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം ഗൈസ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ബോർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് താഴത്തെ കടയിലെ മാമൻ്റെ നിന്ന് പൈസയൊന്നും കൊടുക്കാതെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഗൈസ്. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ തന്നെ ധാരാളം. നിങ്ങൾക്ക് മറ്റേ ഫോം ബോർഡോ തെർമോക്കോളോ ഒക്കെ ഉപയോഗിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്കെന്തായാലും ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ആ ഒരു ഇംപെർഫെക്ഷൻസ് ഇല്ലേ, അതൊന്ന് അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ ഇതുപോലൊന്ന് ചാർട്ട് ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സൈഡിൽ ഇങ്ങനെ നമ്മൾ കീറി എടുത്തതിൻ്റെ ഇതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് മറയാൻ വേണ്ടിയിട്ട് അത് പശ തേച്ച് 2 സൈഡും പശ തേച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും ആ ഒരു ഇംപെർഫെക്ഷൻസ് മറന്നു കിട്ടും. നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ സൈഡിനൊരു നല്ല പെർഫെക്ഷനും കൂടി വന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ വിഷൻ ബോർഡ് സൂപ്പർ. കാണുന്നവർ വിചാരിക്കും എന്തോ ഭയങ്കര സാധനം ബോർഡിലൊക്കെയാണ് ചെയ്തതെന്ന്. പക്ഷെ നമ്മൾ ചെയ്തത് എന്താ, ബോർഡിലാണ് നമ്മൾ ചെയ്തത്. ഓക്കെ ഗൈസ്, ബോർഡല്ലല്ലോ, കാർഡ്ബോർഡ് അത്രയും പറഞ്ഞാൽ മതിയില്ലേ. 2 ബോർഡ് വേണ്ട, കാർഡ്ബോർഡ്. അതുപോലെ 4 വശവും നമ്മൾ ഒട്ടിക്കുക. അതിൻ്റെ ബാക്കി വരുന്ന പീസ് അങ്ങ് കട്ട് ചെയ്ത് കളയുക. ഓക്കെ, 4 വശവും നിങ്ങൾ ഒട്ടിച്ച് സെറ്റപ്പാക്കി എടുക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇനി ഒട്ടിച്ചിട്ട് വരട്ടെ ഗൈസ്. ഓക്കെ, നിങ്ങൾ കാണൂ ഗൈസ്, നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം എൻ്റെ കാർഡ്ബോർഡ് സുന്ദരനായി. ഇപ്പം കാണുമ്പം തന്നെ ഒരു മൊഞ്ചുണ്ട്. അത് കഴിഞ്ഞതേ ഞാൻ മുകളിൽ വെച്ചിരുന്ന സാധനങ്ങളെല്ലാം താഴോട്ട് മാറ്റി, അതായത് ടേബിൾ വെച്ചിരുന്ന ബെഡിലോട്ട് മാറ്റിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ടേബിൾ വെച്ച് ഒട്ടിക്കാൻ കുറച്ച് ടഫായതുകൊണ്ട് നമ്മളിങ്ങോട്ട് മാറ്റി. അവിടെ സ്പേസ് കുറച്ച് ലിമിറ്റഡ് ആണല്ലോ. നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മടക്കി കട്ടിലോട്ട് വിഷൻ ബോർഡ് പരിപാടി മാറ്റി. ഇതുപോലെ ഒന്ന് അടുക്കി പറക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ബോർഡിലോട്ട് ഇത് ജസ്റ്റ് ഒട്ടിക്കാതെ ജസ്റ്റ് ഒന്ന് നമ്മൾ വച്ച് നോക്കുക. നിങ്ങളിനി എങ്ങനെയാണ് ഇത് ഒട്ടിക്കുന്നത് ആ രീതിക്കൊന്ന് വയ്ക്കുക. ആദ്യമേ ഒട്ടിക്കരുത്, ഒട്ടിച്ച് പണി വാങ്ങിച്ച് കൂട്ടരുത് ഗൈസ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാൻ അടുക്കി പറക്കി വെച്ചിട്ട് ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് ജസ്റ്റ് വച്ച് നോക്കുക. എവിടെയൊക്കെ എന്തൊക്കെ ഇരിക്കും, എന്തൊക്കെ ഇരിക്കില്ല, എന്തൊക്കെ വേണം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി. ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. അത് കഴിഞ്ഞ് മാത്രം ഒട്ടിക്കാൻ തുടങ്ങുക. ഒട്ടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നേരത്തെ പിടിച്ചങ്ങ് എല്ലാം കൂടെ എടുത്ത് വെച്ചതെല്ലാം കൂടെ ഇളക്കി മാറ്റിയിട്ട് ഒട്ടിച്ച് തുടങ്ങരുത്. ഒരറ്റത്തുനിന്ന് പതിയെ ഓരോ ഇമേജസും എടുത്ത് മാറ്റുക, അതിൽ പശതേക്ക് ഒട്ടിക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പണി കിട്ടും. അവസാനം ഇതൊക്കെ എവിടെ വയ്ക്കാനുള്ള എന്ത് വയ്ക്കാനുള്ളതെന്ന്
ഒരു ഐഡിയയും ഉണ്ടാവില്ല. പിന്നെ ഈ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സൈസ് നോക്കിയിട്ട് എടുക്കുക. നിങ്ങളുടെ ഇമേജസ് എല്ലാം അതിൽ ഇരിക്കുമോ, എല്ലാ ഗോൾസും അതിനകത്ത് ഇരിക്കുമോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ആ സൈസിന് വിഷൻ ബോർഡ് കട്ട് ചെയ്തെടുക്കാൻ. തീരെ വലുതാക്കണ്ട, വിഷൻ ബോർഡാണെന്ന് കരുതിയിട്ട് ഭയങ്കര വലുതാക്കി അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഒരു മിനിമം സൈസിൽ നമ്മുടെ വിഷൻ ബോർഡ് ഇരുന്നാൽ മതി. അപ്പോൾ ഇനി ഞാനിതെല്ലാം ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം. ഓക്കെ, ദാ ഗൈസ് എൻ്റെ വിഷൻ ബോർഡ് റെഡിയായി. സത്യം പറഞ്ഞാൽ എനിക്കിതിങ്ങനെ കണ്ടപ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇത് കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം. നല്ല നല്ല ഭംഗിയില്ലേ, എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും ഇങ്ങനെ സംഭവം ഞാൻ കഴിഞ്ഞ വർഷം ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ചെയ്യാൻ പറ്റില്ല. ഇനി എൻ്റെ ജന്മത്തിൽ ഞാൻ ഡിജിറ്റലി ചെയ്യില്ല ഗൈസ്, കാരണം ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ നമ്മളിങ്ങനെ ഒട്ടിച്ചൊക്കെ എടുത്തപ്പോഴത്തേക്കേ നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ ഫലം. അപ്പോൾ ഗൈസ് എൻ്റെ വിഷൻ ബോർഡ് സെറ്റപ്പായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഐ ലവ് സോ മച്ച്. അപ്പം നിങ്ങളും എല്ലാവരും ഇതുപോലെ വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കുക, നിങ്ങളുടെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ആൻഡ് എൻ്റെ വിഷൻ ബോർഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ട് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബൈ.